വലിയൊരു പോളിംഗ് ശതമാനം ഉച്ചവരെ ഏതായാലും മുന്നണികളെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 2 മണിവരെയുള്ള കണക്കനുസരിച്ച് 49.65% പോളിംഗ് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതിൽ നിന്ന് ഏതാണ്ട് ഒരു 20% അല്ലെങ്കിൽ ഒരു 23% ഒരു കൂടുതൽ മാത്രമേ 2 മണി തൊട്ട് അങ്ങോട്ട് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 8% കുറവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വാശിയേറിയ ഒരു പോളിംഗ് എല്ലായിടത്തും നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു തിരക്കിട്ട ഓട്ടത്തിൽ തന്നെ ആയിരിക്കും മുന്നണി നേതാക്കളൊക്കെ തന്നെ ഉള്ളത്. കാരണം പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കുക എന്നത് തന്നെയായിരിക്കും ലക്ഷ്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് സുൽത്താൻപേട്ട LP സ്കൂളിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെയും രാവിലെ മുതൽ തന്നെ മന്ദഗതിയിൽ തന്നെയാണ് പോളിംഗ് നടക്കുന്നത്. 430 വോട്ടർമാരേ ഉള്ളൂ. അതിലെന്താണ്ട് 190, 200-നകത്ത് വോട്ടുകൾ മാത്രമേ ഇതുവരെ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഹരിദാസ്, BJPയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഹരിദാസ്, KM ഹരിദാസ് ഇവിടെയാണ് വോട്ട് ചെയ്യുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. ഇരട്ട വോട്ട് വിവാദത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന് പട്ടാമ്പിയിൽ വോട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടെ വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ അത് തടയും, അത് ചലഞ്ച് ചെയ്യുമെന്ന് CPM തന്നെ പറഞ്ഞൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് CPM ആരോപിച്ചിരുന്നു. ജില്ലാ കളക്ടർ നേരത്തെ വ്യക്തമാക്കിയത്, അങ്ങനെ ഇരട്ട വോട്ടുള്ള ആളുകൾ ഈ മണ്ഡലത്തിൽ വോട്ടുള്ളവർന്ന് സത്യവാങ്മൂലം കൊടുക്കണം, മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കണം, ഇവിടെ വോട്ട് ഉറപ്പിക്കുന്നതായി സത്യവാങ്മൂലം കൊടുത്ത ശേഷം വോട്ട് ചെയ്യണമെന്ന നിലപാടെടുത്തിരുന്നു. അങ്ങനെ എവിടെയെങ്കിലും ചലഞ്ച് വന്നോ? ഏതായാലും ഈ നഗരസഭാ പരിധിക്ക് അകത്ത് ഈ നിൽക്കുന്ന ഈ സ്ഥലത്തൊന്നും തന്നെ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഹരിദാസിനെ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ഉച്ചവരെ ഏതായാലും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി പോളിംഗ് ശതമാനമൊക്കെ കുറഞ്ഞത് ഓരോ മുന്നണികളെയും ഒരു പ്രതിരോധത്തിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ ഇതിനെ ഒരു വലിയ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും പരമാവധി പോൾ ചെയ്യിപ്പിക്കുക, വോട്ട് ചെയ്യിപ്പിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് പിരായിരി, മാത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് BJPയുടെ കൂടുതൽ സജീവമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വൈകിട്ടോടുകൂടി ഇവിടേക്ക് എത്തും. അങ്ങനെ വരികയാണെങ്കിൽ അത് ചലഞ്ച് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് CPM നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും അങ്ങനെ ഒരു നിയമപരമായി ഏതായാലും ആ തരത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാതിരിക്കേണ്ട ഒരു കാര്യം ഒന്നും തന്നെയില്ല. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് സത്യവാങ്മൂലം എഴുതി നൽകിക്കൊണ്ട് അദ്ദേഹം അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു.